നേരം നാം നിസ്കരിക്കുകയും പരിശുദ്ധ റമദാനിന്റെ നോമ്പ് നാം നോൽക്കുകയും തറാവീഹ് നിസ്കരിക്കുകയും ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ഒരുപാട് നന്മകൾ നാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ റമദാൻ വിടവാങ്ങലോട് കൂടെ അതല്ല, മറിച്ച് ഈ പരിശുദ്ധ റമദാൻ ഒരു പക്ഷേ ഇന്ന് രാത്രി, ഇന്ന് മാസം കണ്ടാൽ നാളെ പെരുന്നാളാവാം, അല്ലെങ്കിൽ നാളെ 30 നോമ്പ് പൂർത്തീകരിച്ച് മറ്റന്നാൾ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം. ഈ റമദാനിന്റെ അവസാനത്തോടുകൂടെ പള്ളിയുമായി കൊണ്ടുള്ള ബന്ധങ്ങളും ഈ നന്മകളൊക്കെ കൂട്ടിക്കെട്ടി അവസാനിപ്പിച്ച് വേറൊരു ഭാഗത്തേക്ക് പോവേണ്ടവരല്ല. ഈ റമദാനിൽ നേടിയെടുത്ത ആത്മീയതയും ഈ റമദാനിൽ നാം കൈവരിച്ച ഈ സൽഗുണങ്ങളും നമ്മുടെ ജീവിത അവസാനം വരെ കൊണ്ടു നടന്ന് പരിശുദ്ധ പെരുന്നാളിന്റെ ദിനത്തിൽ ഒരിക്കൽ കൂടി ധാരാളം നന്മകൾ ചെയ്ത് നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. വലാ തകൂനു കല്ലതി നഖദത ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു സ്ത്രീയെ ഉപമിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്ന അർത്ഥവത്തായ വലിയൊരു കാര്യമുണ്ട്. വൈകുന്നേരം വരെ ഒരു പെണ്ണ് നൂറ്റുകൊണ്ട് വൈകുന്നേര സമയത്ത് അതിനെ പൊട്ടിച്ചു കളയുന്ന ഒരു സ്വഭാവം, ആ ഒരു അത്തരത്തിലുള്ള ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പണ്ട് കാലത്ത് പഴമക്കാര് പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ല്, വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരത്ത് കുടമുറച്ച് കളയരുത് എന്ന് പറയുന്നത് പോലെ ഈ റമദാനിന്റെ 29 ദിനങ്ങളിലും അല്ലാഹുവിലേക്ക് അടുത്ത് നോമ്പ് നോറ്റ് തറാവീഹ് നിസ്കരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇഫ്താറുകൾ സംഘടിപ്പിച്ച് നന്മകൾ ഒരുപാട് വാരിക്കൂട്ടി പെരുന്നാളിന്റെ രാത്രിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ പെരുന്നാൾ ദിനമാകുമ്പോഴേക്കും ഇതെല്ലാം മറന്ന് വേറൊരു ലോകത്തേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവരുത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളികളൊക്കെ റമദാനായപ്പോ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ കവിഞ്ഞിരുന്നു. ആത്മീയ മജ്‌ലിസുകളിലെല്ലാം വിശ്വാസികൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ദിവസത്തില് ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളെ ദുആയും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിവിടെ സംഘടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ വർദ്ധനവിനൊരു കാരണമായി, ഭാവി ജീവിതം നന്മ കൊണ്ട് പിന്നെ സമൃദ്ധമായി നന്മ ചെയ്യാനുള്ള ഒരു കാരണമായി മാറാൻ നമ്മൾ ഇതിനൊരു കാരണമാക്കണമെന്ന് വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. നാം സാധാരണ കാണാറുള്ളത്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ആളെ കിട്ടാവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ പെരുന്നാൾ ദിനം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ അഴിച്ചുവിട്ട അല്ലെങ്കിൽ സ്വതന്ത്രമായ എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് നാം പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോ അരുതേ പ്രിയങ്ങളെ, അരുതേ പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു കളയരുത് എന്ന് ഈ കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട വിശ്വാസിനികളോട് ഞാൻ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പെരുന്നാളിന്റെ ദിനം ഒരു 10 നാളെ കടന്നു വന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ 30 ദിവസത്തെ നോമ്പ് നോറ്റവരാണ്. നാളെ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന നല്ല ഒരു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു അമൽ, അത് നിർബന്ധമായ ആളുകള് ഇൻഷാ അല്ലാഹ് നാം അത് നിർവഹിച്ചുകൊണ്ടും ധാരാളം തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടും പെരുന്നാൾ നിസ്കാരം പുരുഷന്മാരൊക്കെ നിർവഹിച്ചുകൊണ്ടും അതുപോലെ തന്നെ അതിനുശേഷം ധാരാളം നന്മകൾ ചെയ്യാൻ നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നിട്ട് വരണം. കണ്ടില്ലേ നിങ്ങള്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഒരു പാവപ്പെട്ട ഒരു കുട്ടി വഴിയോരത്ത് നിൽക്കുകയാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയാണ് ഈ കളിക്കാത്തത്, എന്താണ് മോനെ നീ പുതിയ വസ്ത്രം ധരിക്കാത്തത്
എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ആ കുട്ടി ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സങ്കടങ്ങൾ അടിച്ചു വിടുകയാണ്. വിഷമത്തോടെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വാപ്പയില്ല, ഞാൻ യതീമായ മോനാണ്, കുട്ടിയാണ്, എനിക്ക് പുതുവസ്ത്രം വാങ്ങിത്തരാൻ ഇതുവരെ ആരുമില്ല. എല്ലാ കുട്ടികളും പുതുവസ്ത്രം ധരിക്കുമ്പോ എനിക്കത് വാങ്ങിത്തരാൻ ആരുമില്ല. കുട്ടികളോടൊപ്പം കളിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കഥന കണ്ണീർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ അവിടത്തെ വീട്ടിലേക്ക് കയറി ചെന്ന് പ്രിയതമയോട് ആയിഷയോട് പറയുന്നു, നിനക്കൊരു വിരുന്നുകാരുണ്ട്, ഇത് നമ്മുടെ കുട്ടിയാണ്, ഈ കുട്ടിക്ക് വേണ്ടതെല്ലാം നീ ഇന്ന് ചെയ്തു കൊടുക്കണം, ഇനി മുതൽ ഈ കുട്ടിയുടെ കാര്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെരുന്നാൾ ദിവസം ആ കുട്ടിയുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് അത്താണിയായില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ പെരുന്നാളിൽ അങ്ങനെയാ. നമ്മള് ഇവിടെ നോക്കുമ്പോ ഈ വാൾപ്പാറയില് ഒരുപാട് ദരിദ്രരാണ്, പാവപ്പെട്ടവരാണ്, അന്നന്ന് കൂലിക്ക് കഴിയുന്ന ആളുകളാണ്, വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്, സങ്കടങ്ങൾ ഏറെയുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പെരുന്നാൾ ദിവസമാകുമ്പോ നമ്മൾ പിന്നെ നല്ല ആളുകള് ഇൻഷാ അല്ലാഹ് നല്ല ഭക്ഷണം കഴിക്കുമ്പോ, നല്ല വസ്ത്രം ധരിക്കുമ്പോ, നമ്മുടെ അയൽവാസികള് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നമ്മുടെ അയൽപക്കത്തുള്ള യതീമായ മക്കള് അവർ നല്ല വസ്ത്രം വാങ്ങിയിട്ടുണ്ടോ, അവര് സങ്കടത്തിലാണോ എന്നെല്ലാം അന്വേഷിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ നല്ല സുഹൃതങ്ങൾ ചെയ്യാൻ, നല്ല നന്മകൾ ചെയ്യാൻ, നല്ല ഹസനാത്തുകൾ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഈ വാൾപ്പാറയിലെ വിശ്വാസികള് മുന്നിട്ട് വരണമെന്ന് വളരെ വിനയത്തോടുകൂടി അറിയുകയാണ്. ഞാൻ എന്റെ നാട്ടിലെ കഥകള് ആലോചിച്ചുകൊണ്ട് പറയാൻ, പെരുന്നാളിന്റെ റമദാനിന്റെ 30 ദിവസങ്ങളിലും പള്ളിയിൽ നിറഞ്ഞ് കവിഞ്ഞ് നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ, എല്ലാത്തിനും ഉണ്ടായിരുന്ന മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളുകള് ഈ പെരുന്നാളിന്റെ ദിനത്തോടനുബന്ധിച്ച് പിന്നീട് അവരെയൊന്നും കാണാറില്ല. പിന്നെ നിസ്കരിക്കാൻ അവരെ പള്ളിയിൽ കാണാറില്ല. മാത്രമല്ല, അന്ന് തന്നെ ഞങ്ങളുടെ നാട്ടില് പല രൂപത്തിലുള്ള പെരുന്നാളിന്റെ ആഘോഷങ്ങള് നമ്മുടെ ഭാഗത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ, അള്ളാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങൾ തിമിർത്താടുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ലോകത്തേക്ക് നാം ഒന്ന് നോക്കുമ്പോ ഫലസ്തീനിലെ ഗസയിലെ മക്കള് 60,000-ഓളം ആളുകൾ അവിടെ വെന്തു മരിച്ചു കഴിഞ്ഞു. അവിടെ ചോരപ്പുഴ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ ശ്വാസം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തേക്ക് പീരങ്കികള് വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഉത്തരേന്ത്യയില് നാളെ നമുക്ക് സ്വതന്ത്രമായി പെരുന്നാൾ നിസ്കരിക്കാൻ ഒരു പ്രയാസമില്ലാതെ നിസ്കരിക്കാൻ വരുമ്പോ, നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആരെങ്കിലും തല്ലിക്കൊല്ലുമോ, വെടികണ്ട് മരിച്ചു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ തന്നെ ഇരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരാഴ്ച മുമ്പ് കേട്ടില്ലേ, അത്താഴത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്തും നമ്മുടെ പുറത്തുമൊക്കെ മുസ്ലിമീങ്ങള്, നമ്മുടെ സഹോദരങ്ങള് വളരെയധികം വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 2 ദിവസം മുമ്പ് മ്യാൻമറിലും മറ്റുമായി വളരെയധികം വലിയൊരു ഭൂകമ്പം നമ്മൾ കണ്ടു. ആ 600-ലധികം 1000-ലധികം ആളുകള് ആ ഭൂകമ്പത്തിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. എല്ലാവരുടെയും പരീക്ഷണങ്ങളാണ്. എല്ലാ ഭാഗത്തും നമുക്ക് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തില് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നാം ഒന്നുകൂടെ റബ്ബിലേക്ക് അടുക്കേണ്ട സമയമാണ്. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, അല്ലാഹുവിലേക്ക് തൗബ ചൊല്ലി, അല്ലാഹുവിലേക്ക് ഒന്നുകൂടെ അടുത്ത് റബ്ബിനെ ഇൻഷാ അല്ലാഹ് നമ്മള് ആ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് അല്ലാഹുവിനെ സ്നേഹിക്കേണ്ട, അല്ലാഹുവിനെ
നഷ്ടപ്പെടേണ്ട ദിവസങ്ങളിലേക്കാണ്, ആ ഒരു അവസ്ഥയിലേക്കാണ് നാം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നാം കുത്തഴിഞ്ഞ ജീവിതം നയിക്കാതെ, ഹറാം ഹലാല് നോക്കാതെ, നാം ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാതെ, നാം പെരുന്നാളിന്റെ പിറകെട്ടാൽ നാം മോശക്കാരായി വീണ്ടും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാതെ, വീണ്ടും റബ്ബിനെ ഭയന്ന് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സന്നദ്ധരായി മുന്നിട്ട് വരണം. അല്ലാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആനമല ഹിൽസ് മുസ്ലിം ജമാഅത്തിന്റെ കീഴിലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അലി ഉസ്താദിന്റെ ചാരിറ്റി ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന നല്ലൊരു ഇഫ്താർ സംഗമം, ബഹുമാനപ്പെട്ട അലി ഉസ്താദിന്റെ കീഴിൽ നടക്കുന്ന ഈ 30 ദിവസവും നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് വളരെയധികം നിത്യവൃത്തിക്ക് വഴിയില്ലാത്ത പാവപ്പെട്ട, അന്നന്ന് കൂലിക്ക് പോകുന്ന പാവപ്പെട്ട ആളുകളിലേക്ക് ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചും ഈ റമദാനിന്റെ ആദ്യത്തിൽ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് റമദാൻ കിറ്റ് കൊടുത്തുകൊണ്ടും എനിക്ക് അടുത്ത് പരിചയമുള്ള എന്റെ സുഹൃത്തു കൂടിയാണ് അലി ഉസ്താദ്. ധാരാളം നന്മകള് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അത്താണിയാവാൻ അദ്ദേഹം മുന്നിട്ട് വരികയാണ്. അല്ലാഹു അദ്ദേഹത്തിനും ഈ മഹല്ല് ജമാഅത്തിനും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഈ ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട്, ഉമ്മമാരോട്, സഹോദരിമാരോട്, യുവാക്കളോട്, നമ്മുടെ ഈ ജീവിതം, നമുക്ക് കിട്ടുന്ന ഈ ആയുസ്, നമുക്ക് കിട്ടുന്ന ഈ സമയം നാളെയുള്ള നന്മയ്ക്ക് വേണ്ടി, എന്റെ ഖബറിലേക്ക് വേണ്ടി, എന്റെ ആഖിറത്തിലേക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു നേടി, ഞാൻ എന്ത് സംഭവിച്ചു, ഞാൻ എന്ത് സമ്പാദിച്ചു, ഈ പരിശുദ്ധ റമദാൻ വിടവാങ്ങുമ്പോ ഈ 29 ദിവസങ്ങൾ കഴിയുമ്പോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും ചിന്തിക്കണം. ഈ ദിവസങ്ങളിൽ എന്റെ ആഖിറത്തിലേക്ക്, എന്റെ ഖബറിലേക്ക് എന്ത് നേട്ടമാണ് ഞാൻ നേടിയിട്ടുള്ളത്? അടുത്ത റമദാൻ ഈ ഞാനോ നിങ്ങളോ എത്തിപ്പെടുമെന്ന് പറയാനുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇൻഷാ അല്ലാഹ് അല്ലാഹുവിലേക്ക് മടങ്ങി ധാരാളം നന്മകൾ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നിട്ട് വരണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെരുന്നാളിന്റെ ദിനത്തിൽ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ സഹായിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുപോലെ നാം നമ്മളുടെ അയൽപക്കത്തുള്ള ഒരുപാട് മുതഅല്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ മുതഅല്ലിമീങ്ങളുടെ വിഷമങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് മുതഅല്ലിമീങ്ങളെ സൃഷ്ടിച്ചെടുത്ത് ദീനീയപരമായ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ചെറുപ്പക്കാരിൽ, ഉമ്മമാരിൽ, സഹോദരിമാരിൽ ഈ ഒരു പെരുന്നാളിന്റെ ഒരു നന്മയായി കണ്ട് നാം മുന്നിട്ട് വരണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം. അതുപോലെ തന്നെ ഈ മഹല്ല് ജമാഅത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അതൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ആളുകളെ സഹായിക്കുക, ഒരുപാട് ഒരാളുടെ മനസ്സിലെ ഒരു വിഷമം സംഭവിച്ചാൽ ആ വിഷമം നമ്മൾ ദൂരീകരിക്കുമ്പോൾ നാളെ ആഖിറത്തിലെ 100 വിഷമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹരിച്ചു നൽകുന്നത്. ആ ഒരു നിയ്യത്തോടെ നമ്മൾ മറ്റുള്ള നിയ്യത്തൊന്നും വെക്കാതെ, നമ്മളിവിടെ നോട്ടീസിന് പേര് വരണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വലിയ സ്ഥാനമാനങ്ങൾ വേണമെന്നൊന്നും ചിന്തയില്ലാതെ നല്ല നിയ്യത്തോടെ നമ്മൾ ഒരാളുടെ വിഷമം നീക്കിയാൽ ആഖിറത്തിൽ അല്ലാഹു നമ്മുടെ 100 വിഷമങ്ങൾ നീക്കുമെന്ന ആ ഉത്തമ ബോധ്യത്തോടുകൂടെ നല്ല മനസ്സോടെ നമ്മുടെ നാട്ടിലെ പാവങ്ങളെ സഹായിക്കാൻ, നമ്മുടെ നാട്ടിലെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ മാറ്റാൻ, നമ്മുടെ നാട്ടിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ദീനീപരമായ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികള്, എന്റെ പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങള് മുന്നിട്ട് വരണമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നല്ലൊരു മജ്ലിസാണ്. ഒരു 10 ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ നോമ്പ് അവസാനിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരിക്കുകയാണ്. വളരെയധികം നമ്മുടെ മനസ്സിൽ സങ്കടമുണ്ട്. പരിശുദ്ധ റമദാൻ വിടവാങ്ങുകയാണല്ലോ. ഈ പരിശുദ്ധ റമദാൻ, കഴിഞ്ഞ റമദാനില് നമ്മോടൊപ്പം ഇതുപോലെ ഇത്തരം മജ്ലിസുകളിൽ ഉണ്ടായിരുന്ന, നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാനുണ്ടായിരുന്ന, ഇത്തരം നന്മകളിലൊക്കെ പങ്കാളികളായിട്ടുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഈ റമദാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഈ റമദാന്റെ തുടക്കത്തിൽ
ഇന്നലകളിലായിക്കൊണ്ട് വരെ നമുക്ക് പരിചയമുള്ള പലരും മൗത്തായി പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറുകളൊക്കെ സന്തോഷത്തിലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമദാനിന്റെ ഈ അവസാന നിമിഷം നല്ലൊരു മജ്‌ലിസ് ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ പാപ്പാന്റെ നല്ല മനസ്സ് തട്ടിക്കൊണ്ടുള്ള ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് വിട്ടാനിരിക്കുകയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം തന്നെ അത് ദുആയാണ്. അല്ലാഹുവിനോട് പ്രതീക്ഷയോടുകൂടെ കൈ ഉയർത്തി കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്യേണ്ട സമയമാണ്. ഈ നോമ്പ് തുറക്കുന്നതിന്റെ മുമ്പ്, നോമ്പ് തുറയോടനുബന്ധിച്ച ഈ സമയത്ത് ദുആ ഇജാബത്തിലൂടെ കിട്ടുന്ന ഒരു സമയമാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം നമ്മുടെ ഈ സദസ്സിലേക്ക് കയറി വരികയും ഉസ്താദ് തങ്ങൾ ഉസ്താദ് അവറുകള് നമുക്ക് ദുആ ചെയ്ത് തരികയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവർ, മനസ്സുരുകി റബ്ബിലേക്ക് തിരിഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് അല്ലാഹുവിനോട് ചോദിക്കാൻ, ആമീൻ പറയാൻ നമ്മൾ സന്നദ്ധരായി കൊണ്ട് നിൽക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ തങ്ങളവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ആ സ്ത്രീകളൊക്കെ സഹോദരിമാരൊക്കെ ശബ്ദമിടാതെ വളരെ അച്ചടക്കത്തോടുകൂടെ നല്ലൊരു മജ്‌ലിസാണ്. ഈ മജ്‌ലിസിന് നമ്മൾ നല്ല അച്ചടക്കത്തോടുകൂടെ ഇരുന്നു കൊണ്ട് സഹകരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉസ്താദിന്റെ ദുആയിൽ വളരെ ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞ് നമ്മൾ ഈ ഒരു റമദാൻ കൊണ്ട്, ഒരു പക്ഷേ ഇത് റമദാനിന്റെ അവസാനമാണെങ്കിൽ റമദാനിന് സലാം പറയും. വളരെയധികം സങ്കടത്തോടെ ആ സലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ നല്ല തഖ്വയോടെ ഇഖ്ലാസോടെ ഇരുന്ന് ഇതൊരു ഇനി നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായ മുന്നേറ്റത്തിന് വലിയൊരു കാരണമായ ഈ ഒരു മജ്‌ലിസ് കൊണ്ട് നമുക്കതിന് തൗഫീഖ് കിട്ടണം. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് അത്തരത്തിലുള്ള മജ്‌ലിസാക്കി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
السلام عليكم ورحمة الله تعالى وبركاته. يا ربي بالمصطفى بلغنا قاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ മാസം അവസാനിക്കാൻ ഇനിയും ദിവസങ്ങളില്ല. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് പരിശുദ്ധമായ റമദാൻ അവസാനിക്കാൻ നമ്മളേക്കുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്നത്. എന്നാൽ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്നത്. എന്നാൽ റജബ് ഷഹ്റുല്ലാ എന്നാണ്. റജബ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസം എന്നാണ്. എന്ന് വെച്ചാൽ ആ മാസത്തിൽ ആരുടെയും റെക്കമെൻഡ് ഇല്ലാതെ അഥവാ ആരുടെയും ഷഫാഅത്ത് ഇല്ലാതെ അല്ലാഹുവിലേക്ക് കയ്യുയർത്താൻ അടുക്കാൻ പറ്റിയ മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. റജബ് എന്ന് പറഞ്ഞാൽ ആരുടെയും റെക്കമെൻഡ് ഇല്ലാതെ ആരുടെയും ഷഫാഅത്ത് ഇല്ലാതെ അല്ലാഹുവിലേക്ക് കയ്യുയർത്താൻ അടുക്കാൻ പറ്റിയ മാസമാണ് റജബ് എന്ന് പറയുന്നത്. എന്നാൽ റമദാനിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം കൂടിയാണ് റമദാൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയതാണ് ഖുർആൻ. ആ ഖുർആനിൽ തന്നെ, ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇന്നാ നഹ്നു, തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്, നസ്സൽനാഹു, ആ ഖുർആനിനെ ഇറക്കിയത്, വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായിട്ടും നമ്മൾ തന്നെ ആ ഖുർആനിനെ സൂക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അതിന്റെ തനിമക്കും അതിന്റെ മഹത്വത്തിനും ഒരു പോലും സംഭവിക്കാതെ ഇന്നും ലോകത്ത് ഖുർആനിന്റെ മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കൂടുതൽ ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. ഈ റമദാൻ മാസത്തിൽ ഈ ഖുർആൻ ഓതിയ ഇഅ്തികാഫ് ചെയ്ത എല്ലാ കൂലികളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത അനേകായിരം തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാഹ്, എല്ലാം നീ മാപ്പാക്കി തരണം അല്ലാഹ്. ഈ റമദാൻ മാസം ഞങ്ങളെ അനുകൂലമായ സാക്ഷ്യയുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഇതേ മാസം ഇതേ സമയത്ത് നമ്മളുടെ കൂടെ ഉണ്ടായവർ പലരും ആരുടെ മണ്ണിലാണ്. അടുത്ത റമദാനിൽ ഇതേ സമയത്ത് നമ്മൾ ഉണ്ടാവോ എന്ന് നമ്മൾക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത മാസം ഇനി നമ്മൾ ഉണ്ടാവുമോ എന്ന് നമ്മൾക്ക് പോലും അറിയില്ല. ഇത് നമ്മളുടെ അവസാനത്തെ റമദാനാക്കി കളയില്ല അല്ലാഹ്. ഇനിയും കൂടുതൽ റമദാൻ മാസത്തെ വരവേൽക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. دعاء وصيتنا السلام عليكم ورحمة الله تعالى وبركاته. ഹലോ ഹലോ മുത്തമ്മൽ ഞങ്ങൾ പാപ്പ നമ്മളിലേക്ക് വരുന്നുണ്ട്. മുത്താലിമ്യങ്ങളൊക്കെ ആ ഹക്കീംഖാൻ്റെ കടന്നൊഴുക്ക് നീങ്ങുന്നതാണ്. ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുത്താലിമ്യങ്ങളും അതുപോലെ ദർശനമൊക്കെ എല്ലാ ആളുകളും ഹക്കീംഖാൻ്റെ കടന്നൊഴുക്ക് നീങ്ങണമെന്ന് വലിയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തങ്ങൾ പാപ്പ വരുന്നുണ്ട്. എല്ലാവരും അതുപോലെ സ്വീകരിച്ചു കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നു.
طلع البدر علينا من ثنيات
എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സ്ത്രീകൾക്ക് അവർക്ക് ഒരുക്കിയതായ വേദിയിലേക്ക് പോയി പുരുഷന്മാരെല്ലാവരും ഈ സ്റ്റേജിലേക്ക് കടന്നു വരികയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ക്യാമറ ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും കൂടി ഉദ്ദേശിക്കുന്ന നോമ്പിന് പെരുന്നാൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുത്തിനോട് തങ്ങൾ പകരും നമ്മളെ കാവ്യായ PTP അവർക്ക് സുഖമല്ല, അതുകൊണ്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ തങ്ങൾ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ പരിപാടിക്ക് പങ്കെടുക്കുക. ഈ നോമ്പ് പറ്റി അപ്പൊ ഈ നോമ്പ് മറ്റു വരാൻ പറ്റുന്ന സമയം ഈ നോമ്പുകളിൽ പങ്കെടുത്ത് ഇന്നത്തെ ഈ നോമ്പ് തുറ ഒരു 7 പേര് കൂടിയിട്ട് ഞാൻ തങ്ങൾക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ മലയാള ഭാഷ ഞങ്ങളെ തലവെടുക്കുന്നതിൽ ഏവമായി നമ്മളെ ചായ കുടിക്കാൻ ചെയ്ത് നമ്മളെ മീനുകളെ കുടിയിട്ട് 7 പേര് കൂടിയിട്ട് ഈ നോമ്പ് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് തണുപ്പാനായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ. ഒരു കൊല്ലത്തിന് ഇടയ്ക്കാണ് ഇപ്പോൾ തണുപ്പാനായിട്ട് ഇടപെട്ട് ഞങ്ങൾ ഈ മദ്രസ പരിപാടിക്ക് വേണ്ടിയിട്ട്, ഈ വെള്ളിയിന് വേണ്ടിയിട്ട്, ഈ സാധുക്കളായ കുട്ടികളൊക്കെ ഇരുന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായി. അത് മാത്രമല്ല, നമ്മളെ ഉമ്മബന്ധന്മാരെ വിളിച്ച് ഒരു ദിവസം നോമ്പ് തുറക്കാൻ സ്ഥലമില്ലാതെ ഒന്നിച്ച് നീത്താനൊരു പള്ളിക്കൊരു സ്ഥലമില്ലാതെ വളരെ വിഷമത്തിലേക്ക്. അപ്പോഴാണ് നമ്മളെ ഉത്തരവാദിത്തമായിട്ട് കണ്ടുമുട്ടി പടച്ചോൻ നമ്മൾ അടുപ്പിച്ചത്. ആ നിലയ്ക്ക് ഇന്ന് ഉത്തരവാദിത്തം ഒരുപാട് പരിപാടികളൊക്കെ മാറ്റിവെച്ച് നമ്മളെ ഈ സാധുക്കളായ, ഈ തൊഴിലാളികളായ ഈ ഭാഗത്ത് വന്നിട്ട് ഇന്ന് നോമ്പ് തുറയും ഒരു ദ്വയം കൂടിയായി. മൂപ്പര് ദ്വയമാണ് ഞങ്ങൾക്ക്. ഞാനൊരു കച്ചവടത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി ചെയ്തിട്ട് 5 ലക്ഷം രൂപ ആദ്യക്ക് മുദ്രയുടെ ഒരു ദ്വയായിരുന്നു. നടന്നോളം കച്ചവടം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കച്ചവടം നടന്ന് കാശ് 5 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങളെല്ലാവരുടെയും ദ്വയ കൊണ്ട് അതല്ല കബൂൽ ചെയ്ത്. ഇനിയും ഇന്നിപ്പോ ഒരുപാട് നമ്മൾ അലി വരുന്നില്ല ചാരിറ്റി ഇന്ത്യ ഒരു ട്രസ്റ്റ് ഉണ്ട് അലി. അപ്പൊ തങ്ങൾ വന്നപ്പോ 1.5 ലക്ഷം രൂപ കിട്ടി. അപ്പൊ മൂപ്പര് നോമ്പുറൊക്കെ കാര്യങ്ങളൊക്കെ സാധാരണ നടക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് നോമ്പുറകളെ ഇഷ്ടം പോലെ ഈ കൊല്ലം
മുത്തരവ് തങ്ങൾ എന്ന് നമ്മളെ പള്ളിക്ക് കാലത്ത് കുത്തി അന്ന് തുടങ്ങി നോമ്പ് പറയണ്ടേ. ഇന്നിപ്പോ ഞങ്ങള് കോഴിയായിരുന്നു, വീട്ടായിരുന്നു. ഇന്നിപ്പോ നമ്മള് എല്ലാരും കൂടി പറഞ്ഞ് അലിയും പറഞ്ഞ് ഞങ്ങൾക്കൊരു ദിവസം വെയിറ്റ് ചെയ്യുന്നത് പറ്റില്ല, ഞങ്ങൾ നടത്തും. അലി പറഞ്ഞ മാരി ഉസ്താദോട് ഞങ്ങളോട് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ പൈസ ആവശ്യം. ഈ കുട്ടികൾക്ക് ഇന്ന് പഠിക്കാൻ പൈസ, ഈ മദ്രസ പണി ഒരുപാട് കാലങ്ങളായി, ഒരുപാട് കമ്മിറ്റികളുണ്ടായി, തീർന്നിട്ടില്ല. ഇന്ന് പഠിച്ചോന്റെ വേണ്ടുകൊണ്ട് ഞങ്ങളെ മുത്തരവ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇനി ഒരു മാസം കൊണ്ട് ഈ കുഞ്ഞാണം ഉണ്ടാവും മദ്രസ ബിൽഡിങ്. അയാളുടെ എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ അല്ല തങ്ങളുടെ ദോയയിൽ പങ്കെടുത്തുകൊണ്ട് പൈസ ഉള്ളവര് നേരിട്ട് വന്ന് കൊടുക്കുക. നോമ്പ് തുറക്കുന്ന സമയമാണ്ട് ഇൻഷാ അല്ലാഹ്. അലി പൈസ കൊടുത്തില്ലേ? പൈസ ഉണ്ടോ? ചെക്ക് കാര്യങ്ങൾ വാങ്ങിക്കൂടെ? പൈസ ഉണ്ട് കേട്ടോ, പൈസ കൊടുക്കും. താങ്കളുണ്ട് അല്ലെ? ഞാൻ വാങ്ങിയില്ലോ. ആ അല്ല എന്റെ താങ്കൾ വേണ്ടതുണ്ട്. السلام عليكم ورحمة الله وبركاته. إلى حضرة نبينا محمد المصطفى صلى الله عليه وسلم، وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا إلى حضرة البدريين والوحديين والخندقين والخيبريين، وإلى حضرة خواجة معين الدين الجميل قدس الله سره الذي وابن ابنه فخر الدين حسام الدين الصابري قدس الله سره الذي، وإلى حضرة جدي علي القطب اللاهدل قدس الله سره الذي، وإلى حضرة الأولياء من مشارق الأرض إلى مغاربها. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله قل شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله പുറത്തുള്ള എല്ലാ ആളുകളും ഉള്ളിലേക്ക് എല്ലാവരും കയറിയിരുന്ന് ഉള്ള സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ള സമയം. എല്ലാവരും ആരും പുറത്ത് കാണികളായി നിൽക്കേണ്ടിയില്ല. സഹോദരിമാര് അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തും സഹോദരങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇരുന്ന് വളരെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഇഫ്താറിനോട് അടുത്ത സമയം. നമ്മുടെ ആളുകൾ മനസ്സിലാക്കാതെ പോയ ഒരു സമയമാണ് ഈ നോമ്പ് പറക്കുന്ന സമയം. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള സമയമാണ്. ഒരു നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സമയം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതിൽപ്പെട്ട ഒരു സമയമാണ് നോമ്പ് പറക്കാൻ അടുത്ത സമയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതും 29ാമത്തെ നോമ്പ് ഇൻഷാ അല്ലാഹ് ഇന്ന് പൂർത്തിയാവുകയാണ്. ഒരു പക്ഷേ മഗ്‌രിബ് കഴിഞ്ഞാൽ ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ മാസം ഉറപ്പിക്കും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നിരിക്കൽ നാളെ പെരുന്നാള്, ഇല്ലെങ്കിൽ മറ്റന്നാളെ പെരുന്നാളായിട്ട് ഉറപ്പിക്കും. അതുകൊണ്ട് വളരെ ഇജാബത്തുള്ള സമയമാണ്. അള്ളാഹു നമ്മുടെ നോമ്പ് അള്ളാഹു
കബൂൽ ചെയ്യട്ടെ. നമ്മുടെ തറാവീഹ് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഇഫ്താർ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസുകൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ നാടുകളിൽ രോഗികളായി കിടക്കുന്ന ആളുകളുടെ രോഗത്തിന് അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൗബ ചൊല്ലുകയാണ്. തൗബ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പോയ തെറ്റുകൾ ഇനി ചെയ്യുകയില്ല എന്നും കഴിഞ്ഞ തെറ്റുകളുടെ മേല് നമ്മൾ ഖേദിക്കുകയും ഒക്കെ ചെയ്യുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഇജാബത്തുള്ള സമയത്ത് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമദാന്റെ 29ന്റെ ഇഫ്താറിനോട് അടുത്ത സമയം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ എല്ലാവരും ചൊല്ലുക. എല്ലാവരും മൊബൈൽ എടുത്തോട്ട്, ഞാൻ മൊബൈലൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സമയം വളരെ മുബാറക്കായ സമയമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. القدير الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا. أستغفر الله. أستغفر الله. أستغفر الله وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله. أستغفر الله. أستغفر الله. أستغفر الله. أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. أستغفر الله. أستغفر الله. أستغفر الله. أستغفر الله. أستغفر الله. أستغفر الله. يا أيها الذين آمنوا توبوا إلى الله. توبوا إلى الله. توبوا إلى الله توبة نصوحا. أستغفر الله. أستغفر الله. أستغفر الله. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ അടിമകളാണ്. നീ ഞങ്ങളുടെ രക്ഷിതാവാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി പല തെറ്റുകളും ഞങ്ങൾ ചെയ്തു. അല്ലാഹ്, സാധുക്കളായ പാപികളായ
ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്. മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും അയൽവാസികളോടും കുടുംബത്തോടും ജ്യേഷ്ഠനുജന്മാരോടും നീ കൽപ്പിച്ചതുപോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള സമയം സാധുക്കളായ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. നീ പൊറുക്കണം അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ പല നിസ്കാരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. നീ പൊറുക്കണം അല്ലാഹ്. എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് വിശപ്പും ദാഹവും അല്ലാതെ ബാക്കിയായിട്ടില്ല. അത്തരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. ലഹരിയോടും MDM ഉൾപ്പെടെയുള്ള കുടുംബത്തെയും നാടിനെയും സ്വന്തം ശരീരത്തിനെയും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മാറ്റി നിർത്തണം അല്ലാഹ്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തണം അല്ലാഹ്. നല്ലവരോടുള്ള ബന്ധം നിലനിർത്താൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. നീ ഭാഗ്യം നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹ് ഞങ്ങളെ നോമ്പിനെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളെ നോമ്പിനെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ തറാവീഹിനെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദാനധർമ്മങ്ങളെ നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ഇഫ്താറുകളെ നീ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസുകൾ നീ കബൂലാക്കണം അല്ലാഹ്. റമളാൻ 1 മുതൽ ധാരാളം മജ്ലിസുകളിൽ ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് റഹ്മാനേ. അത് മുഴുവനും അല്ലാഹുവേ എത്രയോ വിദൂരങ്ങൾ ഞങ്ങൾ യാത്ര ചെയ്ത് അല്ലാഹുവേ വാൾപ്പാറ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വന്നുകൊണ്ട് അല്ലാഹുവേ സാധുക്കളാകുന്ന ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും സഹോദരിമാരും ഞങ്ങൾ ഒന്നിച്ചു നിന്ന്
അല്ലാഹുവേ ഞങ്ങളെ മഖാമിൽ ദിവസം കൊള്ളുന്ന മഹാനവറുകളെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് പടച്ചവനെ നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങൾ ഓതിയ ഖുർആനുകളെ നീ കബൂലാക്കണം റഹ്മാനേ. ഖത്തമുൽ ഖുർആനുകളെ നീ കബൂലാക്കണം റഹ്മാനേ. ഇത് ഞങ്ങളിൽ നിന്നുള്ള അവസാനത്തെ റമദാനാക്കല്ല അല്ലാഹ്. ഇത് ഞങ്ങളിൽ നിന്നുള്ള അവസാനത്തെ റമദാനാക്കല്ല അല്ലാഹ്. ഇത് ഞങ്ങളിൽ നിന്നുള്ള അവസാനത്തെ റമദാനാക്കല്ല റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമമാർ, ഭാര്യമക്കൾ, കുടുംബങ്ങൾ പലവരും മരിച്ചുപോയി. നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ പുതുതായി ഉണ്ടാക്കുന്ന മദ്രസ കെട്ടിടം നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ അതിനു വേണ്ടി സംഭാവനകൾ നൽകുന്നവർ, നേർച്ചയാക്കുന്നവർ നീ ഫലം നൽകണം റഹ്മാനേ. അല്ലാഹുവേ അടുത്ത ഈ വർഷമാകുമ്പോഴേക്കും അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിനുള്ള പണി പൂർത്തീകരിക്കാൻ അറിയാത്ത വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനേ. അല്ലാഹുവേ 5 ലക്ഷം നൽകിയവർ, 3 ലക്ഷം നൽകിയവർ, 1.5 ലക്ഷം നൽകിയവർ, 50,000 നൽകിയവർ, കല്ലുകൾ, സിമന്റുകൾ നൽകിയവർ, കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ കഴിഞ്ഞ മജ്ലിസിൽ ബഹുമാനപ്പെട്ടവരുടെ ഉറൂസുമായി വന്നപ്പോൾ വന്ന സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അവരുടെ പേരുകളും തറവാടുകളും ആവശ്യങ്ങളും അറിയുന്നവരുടെ നീ കബൂലാക്കണം റഹ്മാനേ. നീ കബൂലാക്കണം റഹ്മാനേ. ഇന്നത്തെ ഇഫ്താറിന് വേണ്ടി സഹായിച്ച 7 കൂട്ടുകാരുണ്ട്. നീ ഖൈർ നൽകണം റഹ്മാനേ. പരിശുദ്ധമായ റമദാൻ 1 മുതൽ ഇന്ന് വരെ എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു അത് മുഴുവനും നീ കബൂലാക്കണം റഹ്മാനേ. ഈ നാട്ടിൽ വലിയ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. ഈ നാട്ടിൽ വലിയ ബറക്കത്ത് ചൊരിയണം റഹ്മാനേ. ഈ നാട്ടിൽ വലിയ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ നീ റാഹത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ എത്ര നോമ്പുകാരാണ് അവർക്ക് വിശപ്പും ദാഹവും അല്ലാതെ ബാക്കിയായിട്ടില്ലെന്ന് പഠിപ്പിച്ചു. അത്തരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നോമ്പിനെ നീ പെടുത്തല്ല റഹ്മാനേ. അല്ലാഹ് നീ പെടുത്തല്ല റഹ്മാനേ. അല്ലാഹ് പടച്ചവനെ ഖൈറായ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഖുർആനുകളിൽ ധാരാളം തെറ്റുകളുണ്ട്. നീ പരിഹരിച്ച് നീ കബൂലാക്കണം റഹ്മാനേ. ഗർഭിണികളാകുന്ന സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണം റഹ്മാനേ. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. സലാം അലൈക്കും. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. السلام عليك يا شهر الرحمة. السلام عليك يا شهر الرحمة. السلام عليك يا شهر الرحمة. السلام عليك يا شهر المغفرة. الصلاة والسلام عليك يا شهر المغفرة. الصلاة والسلام عليك يا شهر التراويح. السلام عليك يا شهر التراويح. السلام عليك يا شهر التراويح. അല്ലാഹുവേ ഞങ്ങളിലുള്ള അവസാനത്തെ സലാമാക്കല്ല റഹ്മാനേ. അല്ലാഹുവേ നീയും ധാരാളം കാലം റമളാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നീ തൗഫീഖ് നൽകണം റഹ്മാനേ. പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന ആളുകളുണ്ട്. നീ ഖൈർ നൽകണം റഹ്മാനേ. പല രോഗികളുമുണ്ട്. നീ ശിഫ നൽകണം അല്ലാഹ്. നീ ശിഫ നൽകണം റഹ്മാനേ. ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ എല്ലാവിധ ഈ നാടിന് ആവശ്യമില്ലാത്ത പല നിയമങ്ങളും ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്ലാഹുവേ അത് മുഴുവനും ഈ നാട്ടിൽ നിന്ന് നീ മായ്ച്ചു കളയണം റഹ്മാനേ. അല്ലാഹുവേ നീ മായ്ച്ചു കളയണം റഹ്മാനേ. ഇവിടെയുള്ള പാവങ്ങൾക്ക് വിഷമമാകുന്ന ഒരു നിയമവും അല്ലാഹുവേ ഇവിടെ നീ വരുത്തല്ല റഹ്മാനേ. ഇവിടെ നീ വരുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്തിനെ നീ കാക്കണം റഹ്മാനേ. രാജ്യത്തിന്റെ ദ്രോഹികളെ നീ
നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. രാജ്യത്തിന്റെ ദ്രോഹികളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. രാജ്യത്തിനോട് എന്നും കൂറ് കാണിക്കുന്ന, അയൽവാസികളോട് കൂറ് കാണിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായി അല്ലാഹുവേ നീ ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. സമൂഹത്തിനോടും കുടുംബത്തിനോടും അയൽവാസികളോടും കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്. ഇവിടെയുള്ള നിയമപാലകന്മാർക്ക് സന്തോഷം നൽകണം റഹ്മാനെ. ഈ മഖാമിൽ വിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മദ്രസയിലേക്ക് സംഭാവനകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എത്തിവന്ന ആളുകൾക്ക് ഇപ്പോൾ എന്റെ കയ്യിൽ തരാൻ പറ്റുന്നവർ വളരെ സന്തോഷത്തോടുകൂടി ഇഫ്താറിനോട് അടുത്ത സമയമാണ്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നൽകുന്നതും അൽഹംദുലില്ലാഹ് ഇനി നിങ്ങൾ ഏറ്റെടുക്കുന്നതും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുവരെ ഞാൻ ഇത്ര നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ സാക്ഷ്യപ്പെടുത്തി അടുത്ത് ഇനി ഞാൻ ഇനിയും എന്ന് പറയാൻ പറ്റുന്നവർക്ക് പറയാൻ പറ്റുന്ന വളരെ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് ആർക്കെങ്കിലും ഒക്കെ ഈ റമദാനിന്റെ അവസാന സമയം ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ മദ്രസയിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്ക് ഇപ്പോൾ പറയാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ, സ്വാഗത പ്രവർത്തനങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെയും ജമാഅത്തിന്റെയും കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പുറക്കാനുള്ള സാധനങ്ങളെ കയ്യിലേക്ക് അല്ലേ ആരും സംസാരിക്കണം. ഇൻഷാ അല്ലാഹ് വളരെ നല്ല സമയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് കിണറുകൾ അൽഹംദുലില്ലാഹ് കുഴിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഈ വർഷം മർക്കസിന്റെ കീഴിൽ നിന്ന് അൽഹംദുലില്ലാഹ് ധാരാളം കിണറുകൾ ഇൻഷാ അല്ലാഹ് കുഴിച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ പാവപ്പെട്ട ഒരുപാട് പാടികളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷം നമുക്ക് വിശാലമായി ഇരുന്ന് അൽഹംദുലില്ലാഹ് ഈ നാടിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരും സംസാരിക്കണ്ട, സംസാരമേ പാടില്ല. ഇൻഷാ അല്ലാഹ് എത്ര സമയമുണ്ട്? ഇൻഷാ അല്ലാഹ് 1,00,000 രൂപ സുധാകരൻ ഇൻഷാ അല്ലാഹ് സെക്രട്ടറിയാണ്. ഇനിയും അതങ്ങൾ നേർന്നു പോട്ടെ. ധാരാളം നന്മകൾ ഇൻഷാ അല്ലാഹ് ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേക തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബത്തിൽ ഐശ്വര്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്
ഈ അനുഗ്രഹീത സദസ്സിൽ ചാരിറ്റി ഇന്ത്യ ട്രസ്റ്റിന്റെ ലോഗോ ഇനിഗ്രേഷൻ ഇവിടെ നടക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ചാരിറ്റി ഇന്ത്യ ട്രസ്റ്റ് ഏറ്റെടുത്ത ഈ മദ്രസ പണിയുടെ പ്രഥമ ഫണ്ട് ബഹുമാനപ്പെട്ട അലി ഉസ്താദ് സയ്യിദ് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. അല്ലാഹു അക്ബർ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാ ആളുകളൊക്കെ കുടുംബത്തിലും ധാരാളം കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടെയൊക്കെ ഈ വലിയ നേതൃത്വത്തിന്റെ ഒക്കെ സഹായത്തോടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത 20,000 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ഇത് മുഴുവനും ഈ നാടിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയും അൽഹംദുലില്ലാഹ് നമുക്ക് റമദാനിന് ശേഷം വിശാലമായ ഈ നാടിനുള്ള ഒരു നേതൃത്വത്തിൽ ഇരുന്ന് ഇൻഷാ അല്ലാഹ് എല്ലാ രാഷ്ട്രീയക്കാരുടെയും സാമൂഹിക പ്രവർത്തകന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ നാടിന് ആവശ്യമായ ധാരാളം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ ഇവിടെ ലോഹോ പ്രകാശനത്തിന്റെ ചാരിറ്റിയുടെ ഒക്കെ സഹായത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്ന വലിയ ആഗ്രഹങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖാദി സുഖമില്ല, അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇനിയും ദീർഘകാലം ഇൻഷാ അല്ലാഹ് ഇവിടെ നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകണം. ഇൻഷാ അല്ലാഹ് 1,08,000 രൂപക്ക് മറ്റിലും എംസാൻ സുധാകരൻ ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സന്തോഷമാറാണ്. ഇവിടെ പഴയ കാലങ്ങളിൽ നിലനിന്ന് മതമൈത്രിയും സ്നേഹവും ഒക്കെ പലപ്പോഴും ഇവിടെ പള്ളികളും അമ്പലങ്ങളും ഒക്കെ പണി തീർത്തിട്ടുള്ളത് എല്ലാവരും ചേർന്നുകൊണ്ടായിരുന്നു. ആ ഒരു കൂട്ടായ്മയെ നശിപ്പിക്കുന്നവരിൽ നിന്ന് ഈ നാടിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒത്തുചേർന്ന് ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കണം. അല്ലാഹു കഴിഞ്ഞ മാസം എഴുതിയതാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് അങ്ങനെ അൽഹംദുലില്ലാഹ് മെല്ലെ ഇൻഷാ അല്ലാഹ് നടക്കും. അൽഹംദുലില്ലാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ പില്ലറിന്റെ പണി ഏകദേശമായി തുടങ്ങി. അത് കഴിഞ്ഞാൽ നമ്മുടെ വലിയ പ്രശ്നം തീർന്ന് അൽഹംദുലില്ലാഹ് പിന്നെ ഇൻഷാ അല്ലാഹ് വാർത്തക കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാ ഉമ്മമാരും സഹായിക്കണം, ദുആ ചെയ്യണം. അത് മാത്രമേ ഇൻഷാ അല്ലാഹ് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്ത ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് ഇനിയും നൽകാം. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഇൻഷാ അല്ലാഹ് പുതുതായി ഈ റമദാന് വിട പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ അവസാന സമയത്ത് 10,000 20,000 രൂപയ്ക്ക് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത മാസം കൊടുക്കുമെന്ന് പറയാൻ പറ്റുന്ന ആളുകൾക്കുണ്ടെങ്കിൽ പറയാം. അൽഹംദുലില്ലാഹ് അബ്ബാസ് കഴിഞ്ഞ കുറി ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിച്ചപ്പോൾ 10,000 രൂപ നല്ല സംഖ്യയിൽ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മദ്രസയുടെ പ്രസിഡന്റ് ഇൻഷാ അല്ലാഹ് 10,000 രൂപ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ് 10,000 രൂപ അബ്ബാസ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഉദ്ഘാടനം അല്ലാഹു പരിഹാരങ്ങളുണ്ടോ 10,000 രൂപ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ അവസാനത്തെ സമയമാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോ മാസം കാണും ചിലപ്പോ അഹമ്മദ് കബീർ ഇൻഷാ അല്ലാഹ് 10,000 രൂപ അൽഹംദുലില്ലാഹ് കബീർക്ക നമ്മുടെ ഹോട്ടലിന്റെ ആളെ ഞാൻ എപ്പോൾ വരുമ്പോഴും ഒക്കെ താമസിക്കാൻ 4 തവണ 3 തവണയും ഇൻഷാ അല്ലാഹ് അവിടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. ചെങ്കല്ലിനെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് കാശ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഹോട്ടൽ ഇതിന്റെ പേര് അലാഹുദ്ദീൻ അയ്യൂബി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് 10,000 രൂപ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ആളുകൾ വേഗം പണി നടക്കണം. നമ്മുടെ പാലക്കാട് വളരെ സജീവം ഇടയ്ക്ക് നിന്നോ
ഞാനെല്ലാം കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് നിർത്താൻ പാടില്ല. അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നതാണ്. പൈസ തന്നിട്ടില്ലെങ്കിലും പണി മുന്നോട്ട് പോകട്ടെ. പണം പിന്നാലെ വരും. പണത്തിന് വേണ്ടി പണം മുന്നോടിയാക്കരുത്. ആത്മാർത്ഥത മുമ്പിലും സമ്പത്ത് വേക്ക്. അപ്പൊ അൽഹംദുലില്ലാ നടക്കും. സമ്പത്ത് മുമ്പിൽ വെച്ചാൽ ഒരു കാര്യം നടക്കൂല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആത്മാർത്ഥതയോടുകൂടി അൽഹംദുലില്ലാ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ വളരെ വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തുന്നത്. റമദാൻ 1 മുതൽ ധാരാളം രാത്രി യാത്ര ചെയ്തു വരികയാണ്. ഇപ്പോൾ റമദാൻ 25 ദ്വീപിലായിരുന്നു ഉണ്ടായത്. അകത്ത് ദ്വീപിൽ നിന്നെത്തി. പിന്നീട് എറണാകുളത്ത് 3 പ്രോഗ്രാമിൽ പങ്കെടുത്ത് വീട്ടിലെത്തി. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിയതാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. اهدنا الصراط المستقيم صراط الذين أنعمت عليهم. உள்ள போயிருக்கு കൈ കേട്ട് കൊടുത്തു വിടാന്ന് വിചാരിച്ചാണ്. ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യേ. ചാവി കൊണ്ടുവരാൻ പറയും. കഞ്ഞിന്റെ
ആ നിസ്കാരം കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി. اللهم لك الحمد